friends, അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആൻഡ് ഡെലീഷ്യസ് ആയിട്ടുള്ള ചിൽഡ്രൻസ് ഫേവറേറ്റ് മസാല ബ്രെഡ് ആണ്. വെരി ഈസി ആൻഡ് സ്മോൾ റെസിപ്പി. വിത്തിൻ 10 minutes we can make it at home. സോ നമ്മുടെ അടുത്ത് ബ്രെഡ് മാത്രം മതി, നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നത്. നമ്മൾ നോർമലി എല്ലാ സ്നാക്സും കഴിച്ചൊക്കെ ബോറാകുന്ന സമയത്താണെങ്കിൽ അതുപോലെ ബ്രെഡ് ഒക്കെ വാങ്ങിയത് എക്സസ് ആയിരുന്നുണ്ടെങ്കിൽ കുറെ ബ്രെഡ്സ് ഒക്കെ ബാക്കി വരികയാണ്. അപ്പൊ നമ്മുടെ അടുത്ത് ബ്രെഡ് നമ്മൾ യൂസ് ചെയ്തതിന്റെ ബാക്കി എക്സ്പയറി ഡേറ്റ്സ് കഴിയാറായി അല്ലെങ്കിൽ സെയിം ഡേ കഴിയുന്നതാണെന്നുണ്ടെങ്കിൽ ഡോണ്ട് വേസ്റ്റ് ദാറ്റ് ബ്രെഡ്. യു ക്യാൻ മേക്ക് ഇറ്റ് എ ന്യൂ delicious dish from the leftover breads. So let's start with the ingredients. അപ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ മസാല ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് ചിൽഡ്രൻസ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒന്നാണ്. മുതിർന്നവർക്കും ആർക്കും ഏത് സ്നാക്സ് ആയിട്ടും നമ്മൾ ടീ ടൈം സ്നാക്സ് ആയിട്ടും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാവുന്ന ഒന്നാണ് നമ്മളുടെ മസാല ബ്രെഡ്. അപ്പം മസാല ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 8 പീസസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ സൈഡ്സ് റിമൂവ് ചെയ്യാം. ഞാനിപ്പോൾ റിമൂവ് ചെയ്യാതെ തന്നെയാണ് ഇത് കട്ട് ചെയ്യുന്നത്. നോർമലി മസാല ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് എല്ലാവരും ഇത് ചെറിയ ചെറിയ പീസസുകളാക്കി എടുക്കുകയാണ് പതിവ്. അപ്പൊ ഞാനിപ്പോൾ ഇത് ആക്ച്വലി ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ടാണ് ഇത് പീസസ് ആക്കുന്നത്. അപ്പോൾ കുറച്ച് ക്രിസ്പിനെസ് നമ്മൾ ഉണ്ടാക്കി എടുക്കുമ്പോൾ പെട്ടെന്ന് നനഞ്ഞ് കുതിർന്നു പോകാതെ അത് സോഫ്റ്റ് ആകാതെ ഒരു ഇച്ചിരി ക്രിസ്പിനെസ് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡയറക്റ്റ് തന്നെ ചെറിയ പീസസുകളായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സ് ചെയ്യാവുന്നതാണ് മസാലയുടെ. ഇതിപ്പോ ഇത് മാറ്റി വെക്കാം. പിന്നെ നമുക്കൊരു സവാള വേണം, വലിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ഒരു ടൊമാറ്റോ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നമ്മളുടെ ഓണിയൻ, ടൊമാറ്റോ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ദെൻ ഗ്രീൻ ചില്ലി ഒരെണ്ണം. ഗ്രീൻ ചില്ലി it's not necessary, it's optional. If you want to give to the children, then don't add too much spices on this masala bread. ഞാനിവിടെ ഒരു ചില്ലി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മല്ലിയില ഫ്രഷ് ചോപ്പ് ചെയ്തത്. പിന്നെ നമുക്ക് വേണ്ടത് ബട്ടർ വേണം. പിന്നെ നമുക്ക് വേണ്ടത് പാവ്ഭാജി മസാല വേണം. പിന്നെ നമുക്ക് മുളക്, മല്ലി, മഞ്ഞൾ, അത് ലിറ്റിൽ ബിറ്റ് മതി, ഒരുപാട് ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. അതിനകത്ത് നമുക്കൊരല്പം ബട്ടറോ ഓയിലോ എന്തെങ്കിലും ഒന്ന് തൂത്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു 1 ടൈം ഒന്ന് തൂത്ത് കൊടുക്കുക. ഒരുപാട് ബട്ടർ വേണ്ട. അപ്പൊ ഇവിടെ നമ്മൾ ഓരോ പീസസ് വെച്ചിട്ട് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം. ഒരു 1 പീസസേ വെക്കാൻ പറ്റുള്ളൂ, ഒരുപാട് വെക്കാൻ പറ്റില്ല. ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കണം. നല്ല ടൈറ്റ് ആകണം, പെട്ടെന്ന് തിരിച്ചിടരുത്. ഒരു ബ്രൗൺ ആകുന്ന സമയത്ത് നമുക്ക് ഇത് തിരിച്ചിടാവുന്നതാണ്. ഒരു സൈഡ് ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ തിരിച്ചിടാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളുടെ ബ്രെഡ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഇതായിട്ടുണ്ട്. അതെ, ഞാൻ കാണിക്കാം. അത് സോഫ്റ്റ് ആയിരിക്കരുത്, കണ്ടില്ലേ? അപ്പൊ അത് ബ്രൗൺ ആയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന്. അപ്പൊ അങ്ങനെയൊന്ന് ഇച്ചിരി ടൈറ്റ് ആകണം, അത്ര സോഫ്റ്റ് ആയിട്ടിരിക്കരുത്, കരിഞ്ഞു പോകരുത്. ഒത്തിരി ഡാർക്ക് ബ്രൗൺ ആക്കേണ്ട കാര്യമില്ല. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് ഈ ബ്രെഡ് പീസസ് എല്ലാം വളരെ ചെറിയ പീസസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് വലിയ പീസസ് ആയിട്ട് ഇടണ്ട. ഞാനിവിടെ ഒരു ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കട്ട് ചെയ്യാം. ഒരുപാട് വലിയ പീസസ് ആയിട്ട് ഇടാതെ, ലൈക്ക് ദിസ്. ഈ ഒരു സൈസിൽ ഇടാം കേട്ടോ. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഞാൻ പാൻ ആണ് വെച്ചത്, കാരണം ബ്രെഡ് ഇട്ട് കഴിയുമ്പോൾ അത് കുറച്ച് മേളോട്ട് കാണുമല്ലോ. ഒന്നുകിൽ നിങ്ങൾക്ക് കടായി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫ്രൈ പാൻ യൂസ് ചെയ്യാം. യു ക്യാൻ യൂസ് എനി വെസൽസ്. സോ ഹിയർ ഐ എം യൂസിങ് എ പാൻ. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് വേണ്ട. അതിൻ്റെ കൂടെ ഒരല്പം ബട്ടർ കൂടെ ഇട്ട് കൊടുക്കണം. നമുക്ക് ഇതിലോട്ട് ഒരല്പം ജീരകം, ഒരു നുള്ളു ജീരകം ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ജീരകം പൊട്ടിക്കുന്നതിന് പകരം ഒരു നുള്ളു ജീരകം മതി, ഒരു 1/2 ടീസ്പൂണാണ്. അതിന് പകരം നമുക്ക് പിന്നീട് മസാല ചേർക്കുമ്പോൾ 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ചേർത്താലും മതി. ഞാനിപ്പോൾ ഇതിപ്പം ജീരകമാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ഇട്ട് കൊടുക്കുക. ആ ബ്രെഡിന്റെ ഒരു ടേസ്റ്റ് വരണമെങ്കിൽ ആ ബട്ടർ ഒന്ന് ഇട്ട് കൊടുക്കണം. സവാള ഇട്ട് കൊടുക്കുകയാണ്. നല്ലതുപോലെ 2 to 3 minutes, ഒരു 2-3 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഗ്രീൻ ചില്ലി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം.
മിക്സ് ചെയ്യുക. ഇത് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്ത് വഴറ്റി വരുമ്പോൾ നമുക്ക് മസാല ചേർക്കാം. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടു ഫ്രണ്ട്സ്, അത് കാണിക്കാൻ വിട്ടു. ഒരല്പം ക്യാപ്സിക്കം കൂടി നമുക്കിതിൽ ആഡ് ചെയ്യണം. ഹാഫ് ക്യാപ്സിക്കം ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്യണം നമുക്ക്. ബ്രെഡ് എല്ലാം കംപ്ലീറ്റ്ലി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചു. ഇതൊരു 2 to 3 മിനിറ്റ് എടുക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് മസാല ആഡ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ സവാള ഇവിടെ നല്ലതുപോലെ വഴണ്ടിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പം ഈവനിങ്ങിലാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ സൺലൈറ്റ് ഇല്ല, അപ്പം നിങ്ങൾക്ക് കുറച്ച് ഡാർക്കായിട്ടായിരിക്കും കാണുന്നത്, അപ്പം ക്ഷമിക്കുക. അപ്പം നല്ലതുപോലെ വഴണ്ടു. ഉള്ളി വഴറ്റുമ്പോഴോ ഫ്ലെയിം വളരെ ലോ ആയിട്ടുള്ളൂ. നമുക്ക് മസാലാസ് ആഡ് ചെയ്യാം. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഉള്ളി വഴട്ടരുത്. ഒരു പിഞ്ച് ഓഫ് ടർമറിക് പൗഡർ, ഒരു 1/4 ടീസ്പൂൺ മതി കേട്ടോ. half a teaspoon red chilli powder. Don't add too much. If it's a Kashmiri chilli powder, you can add 1 teaspoon. If it's a spicy one, then add only half teaspoon. Or 1 teaspoon നമ്മളുടെ pav bhaji masala. Some people used to add only pav bhaji masala. Pav bhaji masala മാത്രം ആഡ് ചെയ്യുമ്പോൾ ആ ഒരു pav bhajiയുടെ ടേസ്റ്റ് വരും. പിന്നെ ഭയങ്കര സ്പൈസിനെസ്സും ആയിരിക്കും. പാവ് ഭാജി ഒരു മസാല നമുക്ക് ഒരുപാട് ആഡ് ചെയ്യണില്ല. ഞാനൊരു 1 ടീസ്പൂൺ ജസ്റ്റ് ഫോർ എ ടേസ്റ്റ് ആൻഡ് സ്മെൽ. ഹിയർ വി ക്യാൻ ആഡ് 1 teaspoon coriander powder, not more than that. Even if you are not adding this coriander powder, if you don't like coriander powder smell, then you can skip it, no problem. മല്ലിപ്പൊടി നമുക്ക് ആഡ് ചെയ്യണം നിർബന്ധമില്ല. മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് എടുത്ത് അറിയരുത്. ഒരു സ്പൂണ്, ഒരു ചെറിയ ടീസ്പൂണേ ആഡ് ചെയ്യാവൂ മല്ലിപ്പൊടി. മുളക് പൊടി ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല. 1/2 ടീസ്പൂൺ മുളക് പൊടി മതി. നമ്മൾ പാവ് ഭാജി മസാല ചേർത്തിട്ടുണ്ട്. നമ്മുടെ മസാല വഴണ്ട് വരാൻ ഇവിടെ ഒരുപാട് സമയം എടുക്കില്ല, കാരണം നമ്മൾ ബട്ടറും ഓയിലും കൂടെ മിക്സ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി സമയം എടുക്കില്ല. വി ക്യാൻ ആഡ് ദിസ്. നമ്മുടെ മസാലാസ് എല്ലാം ആഡ് ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്ത് ഒരുപാട് മസാലാസ് നമ്മൾ ആഡ് ചെയ്യാറില്ല. വി ക്യാൻ ആഡ് ദിസ് ടൊമാറ്റോ. ജസ്റ്റ് മിക്സ് ഇറ്റ്. ഒന്ന് മിക്സ് ചെയ്യുക. ടൊമാറ്റോ ആഡ് ചെയ്തിട്ട് ഒരുപാട് സമയം എടുക്കില്ല കേട്ടോ. സവാള വഴണ്ട് വരാനുള്ള സമയമുള്ളൂ. പിന്നെ ടൊമാറ്റോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്പം ഉപ്പ് ആഡ് ചെയ്യുക. ആഡ് ലിറ്റിൽ സോൾട്ട് ഇൻ ഇറ്റ്. മിക്സ് നല്ലോണം മിക്സ് ചെയ്യുക. ഇത് ഒന്ന് വെന്ത് വരാൻ അനുവദിക്കുക. Now we can add this capsicum too with this tomato. ക്യാപ്സിക്കത്തിന് ഒരുപാട് വേവില്ല, അതുകൊണ്ടാണ് നമ്മൾ ക്യാപ്സിക്കം ഇപ്പോൾ ലാസ്റ്റിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ സവാള വഴറ്റുമ്പോൾ ക്യാപ്സിക്കം ആഡ് ചെയ്താൽ നമ്മൾ വെന്ത് പോകും. ഓക്കെ, ഇപ്പോൾ ക്യാപ്സിക്കത്തിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊരു 2 to 3 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കുക. ക്ലോസ് ഇറ്റ് ഫോർ 2 to 3 മിനിറ്റ് ഇൻ ലോ ഫ്ലെയിം. അപ്പോൾ ഇത് നമ്മൾ അടച്ചു വെക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സവാളയൊന്ന് വണ്ടി കിട്ടാൻ വേണ്ടിയാണ്. സവാള നല്ലതുപോലെ വണ്ടി കിട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ശരിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ബ്രെഡ് പീസസുകൾ ഇതെല്ലാം ഈ മസാല നല്ലതുപോലെ കോട്ടാകണം. മേക്ക് ഷുവർ ദാറ്റ് മസാല ഷുഡ് കോട്ടഡ് ഇൻ എവറി ബ്രെഡ് പീസ്. ഓക്കെ, നല്ലതുപോലെ ഒന്ന് കോട്ടാക്കുക. അതിലെല്ലാം പിടിക്കട്ടെ. ഫ്ലെയിം വളരെ കുറച്ച് വെക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഒത്തിരി കൂട്ടി വെക്കേണ്ടതൊന്നും ആവശ്യമില്ല, അല്ലെങ്കിലും ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ടാക്കിയാൽ മതി. മസാല എല്ലാത്തിലും പിടിച്ചിട്ടുണ്ട്. നല്ല ഒരല്പം വെള്ളം തെളിച്ചു കൊടുക്കുക. നെസസറി ഇല്ല എങ്കിലും just sprinkle some water. Don't add too much. Sprinkle little bit water. ഒരല്പം കൂടെ വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക. ഒരുപാട് ആഡ് ചെയ്യരുത്, ബ്രെഡ് നനഞ്ഞു പോകും. ജസ്റ്റ് സ്പ്രിങ്കിൾ ചെയ്യുക. കയ്യിലെടുത്തിട്ട് ഒരു 2 പ്രാവശ്യം നമുക്ക് ഒരല്പം ഗാർണിഷ് ചെയ്ത് ഒരല്പം നമുക്ക് സ്പ്രിങ്കിൾ ചെയ്യാം ഈ ചോപ്ഡ് കൊറിയൻഡർ ലീവ്സ് വെച്ച്. ഇതൊന്ന് അടച്ചു വെക്കുക. 1 to 2 മിനിറ്റ് ഉള്ളി. ദെൻ പുട്ട് ഓഫ് ദ ഫ്ലെയിം. ഒരു 1-2 മിനിറ്റ് നമുക്ക് അത്
അടച്ചു വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളുടെ മസാല ബ്രെഡ് റെഡിയാണ്. സിമ്പിൾ, ഈസി, ക്വിക്ക് ആൻഡ് ഡിലീഷ്യസ്. മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തു. മിക്സ് ചെയ്യുക. നമ്മളുടെ മസാല ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. So friends, hope everyone likes today's delicious masala bread, easy and simple, children's favorite. Okay, thank you so much for watching. Keep sharing. Garnish it with fresh coriander leaves. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മളുടെ അടിപൊളി ടേസ്റ്റി ഡെലീഷ്യസ് സ്മോൾ റെസിപ്പി മസാല ബ്രെഡ് ഇഷ്ടമായി എന്ന് കരുതുന്നു. മറക്കാതെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പം കുട്ടികൾക്കാണേലും മുതിർന്നവർക്കാണേലും പെട്ടെന്ന് ഒരു സ്നാക്സ് കഴിക്കണമെന്ന് തോന്നിയാൽ ബ്രെഡ് കഴിക്കാത്തവരാണ് പലരും. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ എല്ലാവരും കഴിച്ചോളൂ. താങ്ക് യു. Please don't forget to subscribe my channel if you haven't subscribed yet. Please don't forget to press the bell icon to get the notifications. Thank you. Eat healthy, stay healthy.